ശരത് സർ, ചേച്ചി, വേണുചേട്ടാ, യെസ്. എന്തോ അങ്ങോട്ട് നോക്കൂ. സൂപ്പർ സ്റ്റാർ. അങ്ങടല്ല, സൈഡിൽ ഒഴിഞ്ഞ കസേരയിൽ എന്തിനാടെ നോക്കിക്കുന്നത്? ഒഴിഞ്ഞ കസേരയിൽ നോക്കിക്കാൻ അവിടെ ഒരാളെ നമ്മൾ കൊണ്ടുവരണ്ടേ? പിന്നല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ എടുത്തു മാറ്റാൻ മറന്നതാണ്. അല്ല, എടുത്തു മാറ്റാൻ മറക്കുവോ നമ്മളങ്ങനെ? നമ്മളത് തുടങ്ങുന്നതിന് മുന്നേ മാറ്റില്ലേ? ഓൾറെഡി നമ്മളവിടെ സീറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് ഒരാള് വരുന്നുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ്. അതെ, ഇപ്പൊ ദേവരാജ മാസ്റ്റർ റൗണ്ട് ആണല്ലോ നടക്കുന്നത്. ഇപ്പൊ ഈ റൗണ്ട് തുടക്കം നമ്മുടെ ഷെഡ്യൂളിന്റെ ഫസ്റ്റ് ദിവസം നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞപ്പോ ശരത് സാർ പറഞ്ഞു ദേവരാജൻ മാസ്റ്റർ അതുപോലെ വയലാർ കൂട്ടിട്ടിൽ വന്നിട്ടുള്ള പാട്ടുകൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മഹാനായ വ്യക്തിയുടെ മകൻ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഒരുപാട് സോങ്സ് ഇപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള ചാന്തുപൊട്ട്, ക്ലാസ്മേറ്റ്സ്, ഇതുപോലുള്ള സിനിമകളിലൊക്കെ നമുക്ക് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള വയലാർ ശരത് ചന്ദ്രവർമ്മ. ശരത് സാറാണ് വന്നിട്ടുള്ളത്. സോ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ശരത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം കൃഷ്ണ. സുസ്വാഗതം. എനിക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ട്. ഞാനിപ്പോ 2 ശരത് സാറ്, ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? നല്ലവനെ എന്നെ അങ്ങനെ നല്ലവനെന്ന് വിളിച്ചോളൂ. അത് എഴുതാൻ അറിയാത്തവൻ, കാണാൻ അറിയാത്തവൻ. രണ്ടിലും ഉണ്ട്. അപ്പൊ ഇതിലൊരു നമുക്ക് തീരുമാനമാക്കണം, എന്നാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 2 ശരത് സാർ വിളിക്കുമ്പോ 2 പേരും കൈപൊക്കി കഴിഞ്ഞ ഇവിടെ ഭയങ്കര പ്രശ്നമാവും. അല്ല, ഇത് എന്ത് ചെയ്യും? ഇത് ബ്രാക്കറ്റിൽ ഇട്ടാ മതി. ഇത് ശരത് ബ്രാക്കറ്റിൽ എം മ്യൂസിക്. മണ്ഡലത കാണായിരിക്കും. അപ്പൊ അത് ശരത് എം. യെസ്, ശരത് എം. ഓക്കെ ശരത് സാർ, ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ വേദിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സത്യാഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ദുഃഖമില്ല. എനിക്ക് വളരെ എനിക്കൊരു സന്തോഷം. സാധാരണ നമ്മള് ഈ പ്രോഗ്രാം വീട്ടിൽ കാണുമ്പോ മിക്കവാറും ഇത് കണ്ടു കഴിഞ്ഞൊരു അടിയുണ്ട്. ആ പാട്ടാ നല്ലത്, ഈ പാട്ടാ നല്ലതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ ഞാനപ്പോ ബോയ്ക്കോട്ട് തിരികെയാ. അതിന് വഴക്കുണ്ടാകില്ല, കാരണം അടുത്ത പാട്ട് കേൾക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അങ്ങനെ നല്ലൊരു ചടങ്ങ്. ഇത് രസം വെച്ചാല് ഈ ഇത് അമൃത TV ആണല്ലോ. അമൃതിന് മധുരയില്ല. അമൃത് കയ്പും ചവർപ്പും ഉള്ള സംഭവമാണ്. പക്ഷേ ഈ പാട്ടുമുണ്ട്, സൂപ്പർ സ്റ്റാറും ഉണ്ട്. ഇവരുടെ 3 പേരുടെ ഇതിൽ വരുന്ന ജഡ്ജസ്, ഈ ഓർക്കസ്ട്രക്കാര്, പാടുന്നവർ, ഇതെല്ലാം കൂടെ ചേർന്ന് അമൃതിനൊരു മധുരം ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ് ഈ പ്രോഗ്രാം തരുന്നത് കേട്ടോ. ഇന്നിപ്പോ ഇരിക്കുമ്പോ ഈ 3 പേരെ പറ്റി പെട്ടെന്ന് പറഞ്ഞാല് എന്റെ അപരനായ ശരത്തിന് കൈ നിറയെ വെണ്ണ ചേർത്ത് നിത്യമായി ഇത്രയും പേരുടെ ചേരുവയോടെ ഈ അമൃതിനെ മധുരിപ്പിക്കും. എപ്പിസോഡിന്റെ ക്യാപ്ഷനും റെഡിയായി. താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യമേ ഇപ്പൊ നമുക്ക് ദേവരാജ മാസ്റ്റർ റൗണ്ട് നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ആ റൗണ്ടിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ശരത് സാർ പറഞ്ഞിരുന്ന കാര്യമാണ് വയലാർ ദേവരാജൻ സാറിന്റെ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള പാട്ടുകൾ. അതൊക്കെ കണ്ടു വളർന്നതായിരിക്കുമല്ലോ. അത് ഒരു ഉദാഹരണമാണ്. ഒരാൾ വന്ന് എന്നോട് ചോദിച്ചത്, എന്നെ അറിയില്ല, കണ്ണൂർ സൈഡിൽ നിന്ന് വന്നിട്ട് ഇതാണോ വയലാർ ദേവരാജന്റെ വീടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് വയലാർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്, ഒരു വിപ്ലവം നടന്ന സ്ഥലമാണ്. അപ്പൊ അത് ഗ്രാമത്തിന്റെ പേരും ദേവരാജൻ എന്നുള്ളത് ഇത് രണ്ടും ഒരാളെന്നാണ് അയാൾ ധരിച്ചത്. ജോൺസൺ കൈതപ്രം എന്ന് പറയുന്നത്. അല്ല, ഇത് വയലാർ ദേവരാജന് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ ഇന്ത്യ റേഡിയോയിലൊക്കെ കുറെ കേട്ടുള്ളത്. അത് ചിലപ്പോൾ അതുമൊക്കെ ആവാം. അതൊരു സ്ട്രോങ് കൂട്ടുകെട്ടാണ്. അയ്യോ വണ്ടർഫുൾ. അയ്യോ പറയാൻ വാക്കുകളില്ല ശരത്ത്, സത്യം പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ശരത് സാറിന്റെ മനസ്സിൽ? ഇല്ല, ഞാൻ ഇവരെ ഒരുമിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. കാര്യം ഒന്നാമത് നമ്മളന്ന് തീരെ കുഞ്ഞല്ലേ ആ സമയത്തൊക്കെ. ഇപ്പോഴും 15 വയസ്സ് ഇപ്പോഴും ഇപ്പത്തിരി തല്ലുകൊളുത്തരുണ്ട്. അതെ അങ്ങനെ കാണാറില്ല സാധാരണ. ഇതില്ല, ഞാൻ 2 പേരെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു കമ്പോസിംഗ് വേളയിലൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് 2 പേരെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ദേവരാജ ഓർക്കുന്നത് ആദ്യമാത്ത പടം ചെയ്യുമ്പോ, എന്റെ പൊന്നുതമ്പുരാൻ ചെയ്യുമ്പോ, നിനക്ക് പൈസ തരുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പ്രൊഡ്യൂസർ, നിന്റെ ആദ്യത്തെ വർക്കല്ലേ, എന്റെ വക ഒരു വെള്ളി നാണയം അത് തന്നു. അതാണ് ആദ്യം കിട്ടുന്ന വരുമാനം. അതായിരുന്നു.
അതെന്തായാലും ഐശ്വര്യമുള്ള ഒരു വരുമാനം അല്ല, തന്നെയായിരുന്നു. അത് മാത്രമല്ല അന്ന് 15,000 രൂപ അന്ന് തന്നു കേട്ടോ. അതിനുശേഷം അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ടോക്കൺ ഇതായിരുന്നു, മാഷ് തന്ന 1 രൂപ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ശരത് സാറിന്റെ ഒരു 2 വരി കേൾക്കണ്ടേ? എന്തെങ്കിലും കവിതയോ എന്തെങ്കിലും? ഞാനോ? ആ അയ്യോ. എനിക്ക് പിന്നെ സംഗതി പോയി. ഇല്ല ഞങ്ങള് മിണ്ടത്തന്നെ. ഷട്ടപ്പൊന്ന് നമ്മൾ മിണ്ടരുത്. ദേവരാജ മാഷ ഓർത്തോണ്ട് ഇത് ഞാൻ പാട്ടുകാരൊന്നും അല്ല കേട്ടോ. എല്ലാരും ക്ഷമിക്കുക, കേൾക്കുന്നവരും ക്ഷമിക്കുക. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. അസാധ്യം, അസാധ്യം. ഇനി ശരത്തിനെ ഞാൻ എഴുതാൻ വിളിക്കത്തില്ല, പാടാനായിരിക്കും. മനോഹരായിരുന്നു അത് പാടിയത്. എന്നെയും കൊണ്ടേ പോകുമല്ലേ. ഓക്കെ. അപ്പൊ ശരത് സാർ ഇനി നമ്മളുടെ കൂടെ ഉണ്ടാവണം. കുട്ടികളുടെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ. അപ്പൊ അതാ എല്ലാവർക്കും നല്ല ആശംസകൾ.